നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് തയ്യാറാക്കുന്നത് ചോറിൻ്റെ കൂടെ സെർവ് ചെയ്യാനായിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ കഴിയുന്ന ഒരു വെജിറ്റബിൾ ഡിഷായ ഉള്ളിത്തീയലാണ്. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ റെസിപ്പി കാണാം. ആദ്യം തന്നെ നമുക്കിതുപോലെ ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളി ഒരു 1/4 കപ്പ് വെള്ളത്തിൽ നിന്ന് കുതിർത്താനായിട്ട് വെക്കാം. ഇനി നമുക്ക് ഉള്ളിത്തീയലിലേക്കുള്ള മസാല തയ്യാറാക്കാനായിട്ട് സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ചിട്ട് ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്തിട്ട് തേങ്ങ ഒന്ന് ഡ്രൈ ആയി കിട്ടും വരെ 1 മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ട് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് തേങ്ങ കരിഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിച്ച് 3-4 മിനിറ്റ് കൈ എടുക്കാതെ നന്നായി ഒന്ന് വഴറ്റി തേങ്ങയുടെ കളർ ഇതുപോലെ ഒരു ഡാർക്ക് ബ്രൗൺ നിറമാവുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് മല്ലിപ്പൊടിയുടെ പച്ചമണം മാറാനായി 1-2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. മസാല കരിഞ്ഞു പോവാതിരിക്കാനായിട്ട് ബാക്കിയുള്ള പൊടികൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചേർത്താലും മതിയാവും. മല്ലിപ്പൊടിയുടെ പച്ചമണം ഒന്ന് മാറിക്കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് 1-2 മിനിറ്റ് കൂടി പാത്രത്തിൻ്റെ ചൂടിൽ തന്നെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിൻ്റെ ചൂടൊന്ന് മാറിക്കഴിയുമ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മാറ്റി 1 ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ട് പേസ്റ്റ് പോലെ നിറച്ച് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഉള്ളിത്തീയൽ തയ്യാറാക്കാനുള്ള പാത്രത്തിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുകെല്ലാം ഒന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് 2 വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലയും ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ചേർത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 30 സെക്കൻഡ് ഒന്ന് വഴറ്റിയതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ 1 കപ്പ് ചെറുള്ളി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കറിയിലേക്കുള്ള ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. ഉപ്പൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ആവശ്യത്തിന് ചേർക്കാവുന്നതാണ്. ഉപ്പ് കൂടി ചേർത്തിട്ട് ചെറുള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ചെറുള്ളി നന്നായി ഫ്രൈ ആയി ഒരു ഡാർക്ക് ബ്രൗൺ നിറമായി കടിക്കുമ്പോൾ ഒട്ടും തന്നെ പച്ചച്ചോ ഇല്ലാത്ത വിധം വറുത്തെടുത്താൽ മാത്രമേ നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. ഇതുപോലെ നന്നായി കളറ് മാറി കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. പുളിവെള്ളം ചേർത്തിട്ട് ഉള്ളിയിലേക്ക് പുളി നന്നായി പിടിച്ചു കിട്ടാനായി മീഡിയം ഫ്ലെയിമിൽ തന്നെ 1-2 മിനിറ്റ് കൂടി നന്നായി ഇളക്കി കൊടുക്കാം. ഇതുപോലെ പുളിവെള്ളം തിളച്ച് വറ്റി പുളി ഉള്ളിയിലേക്കൊന്ന് പിടിച്ചു കഴിഞ്ഞാൽ അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന മസാല ഇതിലേക്ക് ചേർത്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. മസാല കറിയിലേക്ക് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മസാല കറിയിലേക്കൊന്ന് പിടിച്ചു കിട്ടാനായിട്ട് മീഡിയം ഫ്ലെയിമിൽ 3-4 മിനിറ്റ് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഈ സമയം ഉപ്പും പുളിയൊക്കെ നോക്കിയിട്ട് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നന്നായി തിളച്ച് കുറച്ച് കഴിയുമ്പോൾ കറി ഒന്ന് കുറുതായി വരും. അതുകൊണ്ട് കൂടുതൽ കറി വേണ്ടവർക്ക് 1 ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ട് തിളപ്പിച്ചെടുക്കാവുന്നതാണ്. അങ്ങനെ കൂടുതൽ വെള്ളം ചേർക്കുമ്പോൾ അതനുസരിച്ച് ഉപ്പും പുളിയൊക്കെ കൂടുതൽ ചേർക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കണം. ഇവിടെ ഇപ്പോൾ നമ്മുടെ കറി നന്നായി തിളച്ച് മസാലയെല്ലാം പിടിച്ച് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തുറന്നു വെച്ച് വേവിച്ചിട്ടും മസാലയുടെ പച്ചച്ചുവ മാറിയില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ 2 മിനിറ്റ് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വളരെ സിമ്പിളായിട്ടുള്ള ഉള്ളിത്തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉള്ളിത്തീയലിൻ്റെ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തെങ്കിലും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ആദ്യം കാണുന്ന ഓപ്ഷൻ ഓൾ കൊടുത്താൽ ഈ ചാനലിലൂടെ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. മറ്റൊരു റെസിപ്പിയുമായിട്ട് ഉടനെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.